അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചിക്കൻ സൂപ്പാണ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മളിത് കുറച്ച് ചിക്കനും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മളൊരു കുക്കറിനകത്ത് കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചിക്കന് ഇതിലേക്ക് ഇട്ടത് നന്നായിട്ട് വെന്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ചിക്കൻ സ്റ്റോക്ക് നമുക്ക് റെഡിയാക്കി എടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു സ്വല്പം സാധനങ്ങളൂടെ ചേർക്കണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒരു 1/4 ഇഞ്ച് വലുപ്പത്തിൽ നമ്മൾ ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് മുഴുവൻ ആവശ്യത്തിനും കൂടെ അതിൻ്റെ അകത്തൊരു കുറച്ച് മാത്രം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നു. ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി ഒരു 5 അല്ലിയോളം നമ്മൾ പൊളിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു 2 അല്ലിയുടെ മാത്രം നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് ചേർക്കുക. എന്നിട്ട് ഈ ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വെന്തെടുക്കണം. ഇതിൻ്റെ വെയിറ്റ് ഇട്ട് കുക്കറിൻ്റെ വെയിറ്റ് ഇട്ട് അടയ്ക്കണമെന്നൊന്നുമില്ല, അല്ലാതെ തന്നെ നമുക്കൊന്ന് വെന്തെടുക്കാവേ. അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇത് വെന്ത് റെഡിയായി സെറ്റപ്പായിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ ഇതിനകത്തോട്ട് ചേർത്തിട്ട് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചിക്കൻ്റെ സ്റ്റോക്ക് മാറ്റി തന്നെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി ആവശ്യം വരും. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് വേറൊരു പാത്രം എടുത്ത് ഒന്ന് അടുപ്പത്ത് വെക്കുക. ഇനി നമുക്ക് ഒരു സ്വല്പം എണ്ണ, ഒരു 1/4 ടീസ്പൂൺ എണ്ണ മതി. അത് ചേർത്തിട്ട് ബാക്കി പരിപാടികൾ ചെയ്യാം. ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലിവ് ഓയിൽ ചേർക്കാവേ. ഈ ചിക്കൻ ഉണ്ടല്ലോ നമുക്ക് നല്ലതായിട്ട് വെന്തിട്ട് അതൊന്ന് ചെറിയ ചെറിയ പീസുകളായിട്ട് ഷ്രെഡ് ചെയ്തെടുക്കണേ. ഇപ്പം നമുക്കിനി ഈ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ ഒരു ഇഞ്ചിയില്ലേ, ആ ഇഞ്ചിയല്ല വെളുത്തുള്ളിയുടെ ബാക്കിയുടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വെച്ചാൽ മതി. ഇത് ഒത്തിരി നമ്മളങ്ങ് വഴറ്റിയെടുക്കേണ്ട കാര്യമൊന്നുമല്ല. അപ്പോൾ ഇനി ഒരു പച്ചമുളക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ എരി വേണമെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർക്കാം. നമ്മളിനി കുരുമുളകൊക്കെ ചേർക്കുന്നതാണ് നമ്മൾ ഒറ്റ പച്ചമുളക് മാത്രം ചേർത്തത്. അപ്പം ഇനി ഇത് നമ്മൾ ഇടാനായിട്ട് കുറച്ച് പച്ചക്കറികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതും കൂടെ ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കണം. ഓരോന്നൊക്കെ ഇത് നമ്മൾ ഉള്ളിത്തണ്ടിൻ്റെ ആ ഒരു ഇതിൻ്റെ അടി വരുന്ന ബൾബ് അതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സാധാരണ ഉള്ളി വേണേലും നമുക്ക് എടുക്കാം, സവോള വേണേലും എടുക്കാവേ. ഇത് നമ്മളൊരു 4-5 ബൾബ് എടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ മഷ്റൂം എടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു ക്യാരറ്റിൻ്റെ ഒരു പകുതി കൂടെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ എന്തൊക്കെയാ വെച്ചിട്ട് അതെല്ലാം ചേർത്ത് കൊടുക്കാവേ. അതുപോലെ നമ്മൾ നമ്മുടെ കോണിൻ്റെ കേണൽസ് അതിൻ്റെ ഇത് എടുത്തിട്ടുണ്ട്. പച്ചക്കോണ്. അപ്പം ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്നും അധികം വെന്ത് പോകേണ്ട കാര്യമില്ല, ഒന്ന് ചൂടായി എടുത്താൽ മതി. അതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ്റെ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കണം. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാവേ. ഇത് നമ്മുടെ സാധാരണ വെള്ളം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വേകണം. അപ്പം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ ചിക്കന് ചേർത്ത ഉപ്പുണ്ട്, അത് ഈ സ്റ്റോക്കിൻ്റെ അകത്തുണ്ട്. പക്ഷേ പച്ചക്കറിക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമെങ്കിൽ പിന്നെ ചേർക്കാം. അപ്പോൾ ഇത്രയും കിടന്ന് ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇത്ര സാധനം ഇവിടെ കിടന്ന് വന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ആ സമയത്തിന് നമുക്ക് ഈ ചിക്കൻ ഒന്ന് നന്നായിട്ട് കുഞ്ഞു കുഞ്ഞു പീസാക്കി എടുക്കാം. നമ്മൾ തിളയ്ക്കാൻ വെച്ച് നമ്മുടെ വെള്ളമൊക്കെ തിളച്ച്
അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ബാക്കി നമുക്ക് ചേർക്കാനുള്ള സാധനം കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ പരിപാടി കഴിയും. ഇപ്പം നമ്മൾ ചിക്കൻ നല്ല ഷ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്, ചെറിയ ചെറിയ പീസുകളൊക്കെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഓൾറെഡി വെന്തതാണ്, അപ്പോൾ അത് കാരണം ഇതിന് വേകാനായിട്ട് നമുക്കധികം സമയമില്ല. ഇനി അടുത്ത നമ്മൾ ചേർക്കുന്നത് നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ, അത് ചേർത്ത് കൊടുക്കാം. നമ്മൾ അത്യാവശ്യം നല്ല പല പല കളറിലുള്ള സാധനങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ നമ്മുടെ സൂപ്പ് ഇച്ചിരി ഒന്ന് കട്ടിയാകാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കി വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 2.5 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കി എടുത്തിരിക്കുന്നതാണ്. അപ്പം കട്ട കെട്ടാതെ ഇത് ഇളക്കുക കൂടെ ചെയ്യണം. നമ്മുടെ ഈ അടുപ്പയിൽ വെച്ചിരിക്കുന്ന ഇത് നന്നായിട്ട് ഇളക്കുക കൂടെ ചെയ്യണം. അപ്പം പെയ്യെ ഇത് ചേർത്ത് കൊടുക്കാം. ചേർക്കുന്നതനുസരിച്ച് ഇളക്കുകയും ചെയ്യാം. അപ്പം അത് കട്ട കെട്ടാതെ നമുക്ക് കിട്ടും. ഈ കോൺഫ്ലവർ ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ സൂപ്പ് അത്യാവശ്യം നല്ല ഒരു കൊഴുപ്പ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം. ഇനി നമ്മൾ ഒരു കോഴിമുട്ട, സാധാരണ കോഴിമുട്ട, അത് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് അതിൻ്റെ വെള്ളയും മഞ്ഞയും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അതിന് ശേഷം വേണം നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പം തീ ഇച്ചിരി കുറച്ചതിന് ശേഷം വേണം ഇത് ചേർക്കാൻ. ഇപ്പം തിളച്ചുകൊണ്ടിരിക്കുക നന്നായിട്ട്, അതുകൊണ്ട് തീ ഒന്ന് സിമ്മിലാക്കിയിട്ട് ഇത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. അപ്പോഴും ഇത് നന്നായിട്ട് ഇളക്കണം. മുട്ട നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് സോസുകളൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം ചേർക്കുന്നത് നമ്മുടെ സോയ സോസാണ്. 1 ടീസ്പൂൺ അളവിലാണ് സോയ സോസ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ആ ചേർക്കുന്ന അനുസരിച്ചിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർക്കാൻ. അപ്പോൾ ഉപ്പ് ആദ്യം തന്നെ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ഉപ്പിൻ്റെ ക്വാണ്ടിറ്റി കൂടിപ്പോകും. അതുകൊണ്ട് അതനുസരിച്ചിട്ട് ചേർക്കാം. ഇനി നമുക്ക് നമ്മുടെ കെച്ചപ്പ്, തക്കാളിയുടെ സോസ്, അത് നമ്മൾ 1 ടീസ്പൂണ് അത്രയും ചേർത്ത് വെച്ചാൽ മതി. നമ്മൾ പച്ചമുളക് ഒരെണ്ണം ചേർത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ കുരുമുളക് ഇട്ടിട്ടുണ്ട്. നമ്മൾ സ്വല്പം കൂടെ ഒരു എരിവിന് വേണ്ടിയിട്ട് റെഡ് ചില്ലിയുടെ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മളൊരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ നമുക്ക് ചേർക്കാം. എരി എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ചേർക്കാം. ഇപ്പോൾ ഈ മുട്ടയും എല്ലാ സാധനവും നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് നമ്മുടെ മല്ലിയില, നല്ലതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് കൊടുക്കാം. നമ്മുടെ സൂപ്പ് നല്ല സെറ്റായിട്ടുണ്ട്. ഇത് നല്ലതായിട്ടൊന്ന് അടച്ചു വെച്ച് ഒന്ന് തിളക്കട്ടെ. അപ്പം സംഭവം സെറ്റാവും. അപ്പോൾ നമ്മുടെ സൂപ്പ് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് നമുക്കിത് ചൂട് ആറുന്നതിന് മുമ്പ് തന്നെ കഴിയും. കാര്യം വെച്ചാൽ നമ്മൾ മുട്ട ചേർക്കുന്നുണ്ട്. തണുത്ത് കഴിഞ്ഞാൽ മുട്ടയുടെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചൂടോടെ തന്നെ കഴിക്കുക. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ എന്തായാലും കൊള്ളാം. ഈ തണുപ്പ് കാലത്ത് നിങ്ങൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അടിപൊളി സംഭവമാണ്. തണുപ്പൊക്കെ മാറ്റാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സംഭവമാണ്. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് ചെയ്ത് നോക്കിയവരും എന്താ പറയുന്നത് അഭിപ്രായമൊക്കെ ഒന്ന് പറയുക. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്ക് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലും കൂടെ ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് വിടുന്ന വീഡിയോയുടെ എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. പിന്നെ ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം. എല്ലാവർക്കും ബൈ ബൈ.
cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be